ഹലോ ഹായ് വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മയണൈസ് ആണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഓയിൽ 3/4 കപ്പ്. പിന്നെ എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ്. ഇത് 2-4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറുനാരങ്ങ പുളിക്കനുസരിച്ച്. ഇപ്പം നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1-2 അല്ലി കൂട്ടാം. പക്ഷെ അതിലും കൂടുതലാവരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിട്ടൊന്ന് കറക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലെ ജാറിലോട്ട് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഓയിൽ ഞാൻ ആദ്യം കുറച്ച് ഒഴിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഓയിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുനാരങ്ങ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പിന്നീട് പുളി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. പിന്നെ ഉപ്പ്, അതൊരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ചിട്ടാൽ മതി കേട്ടോ, ആദ്യം ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമുക്കിടാം. പിന്നെ മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്, മഞ്ഞക്കുരു യൂസ് ചെയ്യില്ല ഇതിന്. പിന്നെ നമ്മൾ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വാശം യൂസ് ചെയ്യരുത്, ഒന്ന് തണുപ്പ് വിട്ടതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. ഈ മിക്സിയുടെ ജാറിലൊന്ന് 2-3 വട്ടം ഒന്ന് കറക്കിയെടുത്താണ്. നമ്മൾ ഫുള്ളായിട്ട് കറക്കരുത്, ഒന്ന് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അങ്ങനെ ചെയ്യണം. അതായത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കില്ലേ മിക്സിയിൽ, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അത് ചെയ്യുക കേട്ടോ. പിന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഒഴിക്കുക. പിന്നെ ബാക്കി വന്ന ഓയിലും കൂടി ഇതിലോട്ട് ചേർക്കാം. ഈ ഓയിൽ യൂസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കട്ടി കിട്ടാനാണ്. ഇത് അതിന് ശേഷം കറക്കിയെടുത്തതാണ്. കണ്ടില്ലേ, നല്ല കട്ടിയിൽ വന്നിട്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമ്മുടെ മയണൈസിന്. അപ്പോൾ നമ്മൾ ഈസി ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം, വളരെ എളുപ്പമാണ്. കണ്ടില്ല, 1 മിനിറ്റ് കൊണ്ടല്ല നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. ഇത് നമുക്ക് ചിക്കനോ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ തന്നെ സൈഡ് ഡിഷായിട്ട് ടേസ്റ്റി ആയിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് എഗ്ഗ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം പാൽ യൂസ് ചെയ്യാം, പാലും ഓയിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.